അങ്ങനെ എമ്പുരാൻ പോയി രാവിലത്തെ ആദ്യ ഷോ തന്നെ കണ്ടു. എന്നെ സംബന്ധിച്ച് മോശമല്ലാത്ത അല്ലെങ്കിൽ മികച്ച ഒരു അനുഭവം എന്നൊക്കെ തന്നെ പറയാം. ആദ്യ ഹാഫ് എനിക്ക് അല്പം സ്ലോ ആയിട്ട് തോന്നി. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ഒരു 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 സംഭവം ഉണ്ട്. ആ ഒരു സംഭവം വരുമ്പോൾ, ആ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ നമ്മൾ ആ സംഭവം പോലെ തന്നെ നമ്മളെ പടത്തിന്റെ പീക്കിലേക്ക് വിളിച്ചു കയറ്റുകയാണ് ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ. ആ ഒരു ഫൈറ്റ് തന്നെ നമ്മൾ ആ ഫസ്റ്റ് ഹാഫിൽ എത്രമാത്രം ഒരു പക്ഷേ ചിലർക്കൊക്കെ ലാഗ് അടിച്ചേക്കാം, ആ ലാഗൊക്കെ കടത്തി വിട്ടുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഫൈറ്റിൽ കൂടെ കിട്ടും. എന്നെ സംബന്ധിച്ച് എനിക്ക് അല്പം കൂടെ അബ്രാം ഖുറേഷിയെക്കാളും കണക്ട് ആയത് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ പാട്ട് അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ഒരു ഭാഗം അല്പം കൂടെ കൂടുതൽ വേണമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നി. പിന്നെ പൃഥ്വിരാജ് പറയുന്ന പോലെ തന്നെ L3 കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇത് പൂർത്തിയാവുള്ളൂ. L2 എന്ന് പറയുന്ന L3യിലേക്കുള്ള ഒരു വഴിയൊരുക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ L3 കൂടെ കണ്ടു കഴിഞ്ഞാൽ L2 പൂർണ്ണമാവുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പടം നിർത്തുന്നത്. നമുക്ക് കാണുന്ന സമയത്തും ഒക്കെ ഒരു പക്ഷെ നമുക്ക് ഫീൽ ചെയ്യാം ഇത് ഇങ്ങനെ നിർത്തിയല്ലോ എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അത് L3 കൂടെ കാണണം. ഇതൊരു ഒറ്റ പാട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അതായത് L1 ലൂസിഫർ അവസാനിക്കുന്ന സമയത്ത് അത് അവസാനിപ്പിച്ചിട്ട് L2യിലേക്കുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇവിടെ L2ൽ ചെയ്തിരിക്കുന്ന L2 പൂർണ്ണമായിട്ടൊരു അവസാനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. L3യിലേക്കുള്ള വഴി ക്ലിയർ ആയിട്ട് L3 കൂടെ കണ്ടു കഴിഞ്ഞാലേ L2 കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ട്. പിന്നെ അഭിനേതാക്കളിലോട്ട് വരുന്ന സമയത്ത് എല്ലാവരുടെയും ബെസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പം ലാലേട്ടനെ പറ്റി നമ്മൾ എന്ത് പറയാനാണ്? ഒന്ന്, 2 പൃഥ്വിരാജ് മികച്ചതായിരുന്നു, മഞ്ജു വാര്യർ മികച്ചതായിരുന്നു, ടൊവിനോ മികച്ചതായിരുന്നു, സായ്കുമാർ മികച്ചതായിരുന്നു, നന്ദു മികച്ചതായിരുന്നു. അങ്ങനെ എല്ലാവരും അവരുടെ പാട്ടുകൾ, അവർക്ക് കിട്ടിയ സാധനങ്ങൾ. പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല, നമ്മുടെ ലൂസിഫറിൽ മറ്റേ വട എന്ന് പറയുന്ന ആ ഫൈറ്റിന്റെ സമയത്ത് അവിടെയുള്ള ആ ചുരുളൻ മുടിക്കാരനായിട്ടുള്ള അദ്ദേഹം ഇതിലും മറ്റേ പോലെ തന്നെ മികച്ചു തോന്നുന്നു. പിന്നെ എനിക്ക് ഒരല്പം കല്ലുകടിയായിട്ട് തോന്നി അവിടെ ആന്റണി പെരുമ്പാവൂരിന്റെ ഒരു സംഭവമാണ്. അത് ആന്റണി പെരുമ്പാവൂരിനേക്കാളും നല്ല വേറെ വലിയൊരു അഭിനയിക്കുക, ഭയങ്കരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള നാടകീയത ഈ പറയുന്ന ആന്റണി പെരുമ്പാവൂർ അവിടെ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 150-200 രൂപ കൊടുത്ത് ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്ന അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു രണ്ട് ഫൈറ്റിൽ കൂടെ തന്നെ നമുക്ക് ആ പണം ലാഭിക്കാൻ പറ്റും. ആ 2 ഫൈറ്റ് കാണാൻ വേണ്ടി തന്നെ നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമല്ലാത്ത ഒരു ഫീല് നമുക്ക് കിട്ടും. എന്തായാലും മികച്ച എക്സ്പീരിയൻസ് ആണ്. ആ പടം മുടക്കിയത് ആ പടത്തിൽ കാണാനുണ്ട്. മുടക്കിയ പണത്തിന്റെ ഫ്രെയിമുകൾ നമുക്ക് കാണാനുണ്ട്, സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഒരു ഹോളിവുഡ് എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒക്കെ വിദേശത്ത് ഷൂട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും ടോപ്പാണ്. പിന്നെ നമുക്ക് മലയാളത്തിൽ ഇത്തരത്തിലൊരു പടമൊക്കെ പോസിബിൾ ആണോ എന്ന് ചിന്തിച്ചെടുത്ത് പൃഥ്വിരാജ് പ്രൂവ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് മലയാളത്തിലും ഇത്തരത്തിലുള്ള പടങ്ങൾ നമുക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ്. എത്രമാത്രം വർക്കൗട്ട് ആകും എന്നുള്ളത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ കാണണം. കാരണം ആളുകളിലേക്ക് അഭിപ്രായം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല മറ്റൊരാളുടെ അഭിപ്രായം ആയിരിക്കില്ല വേറൊരാളുടെ അഭിപ്രായം എന്നുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ആളുകളുടെ റിവ്യൂവും ആൾക്കാർ എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കാണണം. പിന്നെ ഇത്തരത്തിലുള്ള ഇത്രയും പൈസ, അതായത് ഇവർ പറയുന്ന പൈസ, ഇപ്പം നമ്മൾ കേൾക്കുന്ന പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമ മലയാളത്തിൽ വിജയിക്കുമോ എന്നുള്ള കാര്യമൊക്കെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ എമ്പുരാന്റെ ആ ഒരു അനുഭവത്തിൽ തൃപ്തനാണ്. എന്നെ സംബന്ധിച്ച് എമ്പുരാൻ മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. L3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. അയാൾ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. പുള്ളിയെ ഉപയോഗിക്കാൻ അറിയാവുന്ന കേട്ടയിൽ പുള്ളിയെ കിട്ടിയാൽ അയാൾ പൊളിക്കും എന്ന് വീണ്ടും തെളിയിച്ചു. മുമ്പും അദ്ദേഹം തെളിയിച്ചാണ്. മറ്റൊരു പടത്തിൽ കൂടെ മറ്റൊരു ഫേമസ് സംവിധായകന്റെ കൈ കിട്ടിയ സമയത്ത് അദ്ദേഹവും ഈ പറയുന്ന ആളെ വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചു. ഇവിടെയും ക്ലൈമാക്സ് ഫൈറ്റ് ഒരു ചെറിയ സംഭവമുള്ളൂ, പക്ഷെ നമുക്ക് അവിടെ ഒരു സംഭവം നമുക്ക് ഇടിക്കുമ്പോൾ നമ്മളാണ് ഇടിക്കുന്നത് എന്നൊരു സാധനം കിട്ടും. പിന്നെ ഈ സാധനം ഇത് മാത്രം മതി. കൊടുത്ത പണം ഈ ഒരു സാധനത്തെ നമുക്ക് ലാഭിക്കാൻ പറ്റും. അത് കാണാൻ മാത്രമായിട്ട് പണം കൊടുത്താലും നഷ്ടമൊന്നുമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം കഴിവതും എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി ആ ഒരു പടം കാണുക. നമുക്ക് L3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.